കാസർഗോഡ് അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം. പുലർച്ചെ 4 മണിയോടെ മാർക്ക്വുഡ് പ്ലൈവുഡ് ഫാക്ടറിയിലാണ് അഗ്നിബാധ. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. ബൈജു, തീ നിയന്ത്രണ വിധേയമായോ? രഞ്ജിത്തെ, തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെയായും. പക്ഷേ തീ നിയന്ത്രണ വിധേയമായെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. അതായത് 8 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ ഈ സ്ഥലത്തുള്ളത്. ഏതായാലും ഇത് വ്യവസായ പാർക്കാണ്. അനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്തെ വ്യവസായ പാർക്കിലാണ് വൻ തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 4 മണിയോടാണ് ഇത്തരത്തിൽ മാർക്ക്വുഡ് പ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായത്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായത്. വലിയ തോതിലുള്ള തീപിടുത്തം ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥിരമായി തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിൽ ഉണ്ട്. ഏതായാലും വളരെ ഗൗരവമായി തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കാണുന്നത്. ഇവിടെ ഈ പ്രദേശവാസികളൊക്കെ വലിയ പ്രതിഷേധത്തിലായിരുന്നു അങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായത്. അത് അശാസ്ത്രീയമായ രീതിയിലൊക്കെ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന ഒരു ആരോപണമാണ് ഉയർന്നത്. ഏതായാലും ഇതിപ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സ് പ്രാഥമികമായി വ്യക്തമാക്കുന്നത്. ഏതായാലും പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും തീ അണയ്ക്കുന്ന പ്രവർത്തികളിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. കുറ്റിക്കോലിൽ നിന്നും കാഞ്ഞങ്ങാട് നിന്നും ഉപ്പളയിൽ നിന്നുമൊക്കെയായി 8 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ ഈ സ്ഥലത്തുള്ളത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമായെന്ന് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നുണ്ട്. രഞ്ജിത്ത്, ശരി. ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.